ആരാണ് ഗലാക്ടസ്? ദ ഡിവോറർ ഓഫ് വേൾഡ്സ് അഥവാ ലോകങ്ങളെ വിഴുങ്ങുന്നവൻ എന്നറിയപ്പെടുന്ന ഗലാക്ടസ് ഫാന്റാസ്റ്റിക് ഫോർ റൈസ് ഓഫ് ദ സിൽവർ സർഫർ എന്ന മൂവിയിലും മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഇനി വരാൻ പോകുന്ന ദ ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ് എന്ന മൂവിയിലും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഗലാക്ടസ് ആരാണെന്നും ഗലാക്ടസിന്റെ ഒറിജിനും പവേഴ്സും ഒക്കെ എന്താണെന്നും അറിയാനായിട്ട് ഈ വീഡിയോ ഫുള്ള് കാണുക. നിങ്ങൾ ഇതുവരെയും എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് എനേബിൾ ചെയ്തിട്ട് കാണുവാൻ ശ്രമിക്കുക. സോ നമുക്ക് ഗലാക്ടസിന്റെ ഒറിജിൻ സ്റ്റോറിയിലേക്ക് പോകാം. 1966 പുറത്തിറങ്ങിയ ഫാന്റാസ്റ്റിക് ഫോർ എന്ന കോമിക്സിന്റെ 48ാമത്തെ ഇഷ്യൂവിലാണ് ഗലാക്ടസ് ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. ഗാലൻ എന്നാണ് ഗലാക്ടസിന്റെ യഥാർത്ഥ പേര്. ഭൂമിക്ക് സമാനമായ ടാ എന്ന പ്ലാനറ്റിലാണ് ഗാലൻ ജീവിക്കുന്നത്. ഗാലൻ ഒരു സയന്റിസ്റ്റ് ആണ്. മാത്രമല്ല ഏറ്റവും അധികം അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ഉള്ള ഒരു പ്ലാനറ്റ് കൂടിയാണ് ടാ എന്ന പ്ലാനറ്റ്. മാർവൽ യൂണിവേഴ്സിന് മുൻപ് മറ്റൊരു യൂണിവേഴ്സ് ഉണ്ടായിരുന്നു. അതായത് ബിഗ് ബാങ് നടക്കുന്നതിന് മുൻപ് മറ്റൊരു യൂണിവേഴ്സ് ഉണ്ടായിരുന്നു. ആ യൂണിവേഴ്സിലാണ് ടാ എന്ന പ്ലാനറ്റ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു സമയത്ത് ടാ എന്ന പ്ലാനറ്റിലെ ഒരുപാട് ജനങ്ങൾ റേഡിയേഷൻ പോയിസണിംഗ് മൂലം മരണപ്പെടുന്നു. തന്റെ പ്ലാനറ്റ് ഇനി അധിക നാൾ ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയ ഗാലൻ റേഡിയേഷൻ പോയിസണിങ്ങിനെ പറ്റി കൂടുതൽ റിസർച്ച് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം വലിയൊരു ആപത്തിനെ പറ്റി മനസ്സിലാക്കുകയാണ്. അതായത് തന്റെ യൂണിവേഴ്സ് മുഴുവനായി നശിക്കാൻ പോവുകയാണെന്ന് ഗാലൻ തിരിച്ചറിയുകയാണ്. യൂണിവേഴ്സ് നശിക്കുന്നത് എങ്ങനെയെങ്കിലും തടയണമെന്ന് തീരുമാനിക്കുന്ന ഗാലൻ യൂണിവേഴ്സിന്റെ സെന്ററിൽ പോയാൽ യൂണിവേഴ്സിന്റെ ഡിസ്ട്രക്ഷൻ തടയാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ യൂണിവേഴ്സിന്റെ സെന്ററിലേക്ക് പോകാൻ ഗാലൻ തീരുമാനിക്കുന്നു. ശരിക്കും ഈ യൂണിവേഴ്സിന്റെ ഡിസ്ട്രക്ഷനെ 6th ഇൻകാർണേഷൻ ഓഫ് യൂണിവേഴ്സ് എന്നാണ് പറയുന്നത്. കാരണം ഇതിനു മുൻപേ 5 വട്ടം ഈ യൂണിവേഴ്സ് നശിക്കപ്പെടുകയും വീണ്ടും ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ 6ാമതായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ട യൂണിവേഴ്സ് ആണ് മാർവൽ യൂണിവേഴ്സ്. ടാ എന്ന പ്ലാനറ്റിൽ ഉണ്ടായിരുന്ന മറ്റു സയന്റിസ്റ്റുകളെയും കൂട്ടി ഗാലൻ യൂണിവേഴ്സിന്റെ സെന്ററിലേക്ക് പോകുന്നു. യൂണിവേഴ്സിന്റെ സെന്ററിൽ എത്തുമ്പോഴത്തേക്ക് ഒരു ജയന്റ് സ്റ്റാറിനെ അവർ കാണുകയാണ്. എന്തായാലും യൂണിവേഴ്സിന്റെ സെന്ററിൽ എത്തിയ അവർക്ക് യൂണിവേഴ്സിന്റെ ഡിസ്ട്രക്ഷനെ തടയാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലായി. യൂണിവേഴ്സിന്റെ സെന്ററിൽ നിന്ന് എങ്ങനെയെങ്കിലും തിരിച്ച് തങ്ങളുടെ ഹോം പ്ലാനറ്റിൽ എത്തണമെന്ന് വിചാരിക്കുന്ന അവർക്ക് അതിന് സാധിക്കുന്നില്ല. കാരണം ഗാലനും മറ്റ് സയന്റിസ്റ്റുകളും സഞ്ചരിച്ച സ്പേസ്ഷിപ്പിൽ ഗാലൻ ഒഴികെ മറ്റെല്ലാവരും റേഡിയേഷൻ പോയിസണിങ്ങും ഓവർ ഹീറ്റിംഗും കൊണ്ട് മരണപ്പെടുന്നു. ഇവിടെ ഒറ്റപ്പെട്ട ഗാലനെ സെന്റിയൻസ് ഓഫ് ദി യൂണിവേഴ്സ് കാണുകയും ഗാലനെ സെന്റിയൻസ് ഓഫ് ദി യൂണിവേഴ്സുമായിട്ട് ബോണ്ടഡ് ആക്കുന്നു. മാത്രമല്ല യൂണിവേഴ്സിന്റെ സെന്ററിലുള്ള ജയന്റ് സ്റ്റാറിലേക്ക് പോയിട്ട് അതിന്റെ കോസ്മിക് എനർജി മൊത്തം ഗാലൻ അബ്സോർബ് ചെയ്യുകയാണ്. അങ്ങനെയാണ് ഗാലൻ ഗലാക്ടസ് ആയിട്ട് മാറുന്നത്. ആ സമയത്ത് ബിഗ് ബാങ് ഉണ്ടാവുകയും പുതിയൊരു യൂണിവേഴ്സ് അതായത് മാർവൽ യൂണിവേഴ്സ് ക്രിയേറ്റ് ആവുകയും ചെയ്യുന്നുണ്ട്. ഗലാക്ടസ് തന്റെ കോസ്മിക് എനർജിയെ തന്റെ കൺട്രോളിൽ നിർത്താൻ വേണ്ടി ഒരു ആർമർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല തനിക്ക് വേണ്ടി സ്വന്തമായിട്ട് ഒരു സോളാർ സിസ്റ്റം പോലും ഗലാക്ടസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു സോളാർ സിസ്റ്റത്തിന് ഗാലൻ ടാ 2 എന്ന് പേര് കൊടുക്കുന്നുണ്ട്. തന്റെ ഉള്ളിലുള്ള കോസ്മിക് എനർജി ഇനിയും കൺട്രോൾ ചെയ്ത് നിർത്തണമെങ്കിൽ ഗലാക്ടസിന് ആർമർ മാത്രം പോരാ, വേറെ എനർജിയും ആവശ്യമാണ്. ആ ഒരു എനർജി കുറയും തോറും ഗലാക്ടസിന് വിശപ്പ് കൂടിക്കൊണ്ടിരിക്കും. ഗലാക്ടസിന്റെ വിശപ്പ് അടക്കണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഗ്രഹം തന്നെ വിഴുങ്ങേണ്ടതായിട്ട് വരും. ഗലാക്ടസിന് എനർജി വേണ്ട സമയത്ത് അല്ലെങ്കിൽ ഗലാക്ടസിന് വിശക്കുന്ന സമയത്ത് പ്ലാനറ്റുകളെ കണ്ടുപിടിക്കാനായിട്ട് അദ്ദേഹം ഹെറാൾഡ്സിനെ നിയമിക്കുന്നുണ്ട്. റെഡ് ഷിഫ്റ്റ്, ഫയർ ലോഡ്, എയർ വോക്കർ, സിൽവർ സർഫർ എന്നിങ്ങനെ കുറെ അധികം ഹെറാൾഡ്സിന് പവേഴ്സ് കൊടുത്ത് അദ്ദേഹം നിയമിക്കുന്നുണ്ട്. കോസ്മിക് പവർ, കോസ്മിക് അവയർനെസ്, ടെലിപ്പതി, ടെലികൈനസിസ്, എനർജി പ്രൊജക്ഷൻ, സൈസ് ഓൾട്ടറേഷൻ, ടെലിപ്പോർട്ടേഷൻ, റിസറക്ഷൻ, ഫോഴ്സ് ഫീൽഡ് ക്രിയേഷൻ, ക്രിയേഷൻ ഓഫ് ന്യൂ ലൈഫ്, മാനിപ്പുലേഷൻ ഓഫ് ഇമോഷൻസ്, മെമ്മറീസ്, സോൾസ്, ഡിസ്ട്രോയിങ് സോളാർ സിസ്റ്റംസ്, മാറ്റർ ട്രാൻസ്മ്യൂട്ടേഷൻ എന്നിങ്ങനെ ഒരുപാട് പവേഴ്സ് ഗലാക്ടസിനുണ്ട്. സോ ഗൈസ്, ഇതൊക്കെയാണ് ഗലാക്ടസിന്റെ ഒറിജിനും പവേഴ്സും എബിലിറ്റീസും ഒക്കെ. എനിക്ക് പറ്റുന്നത് പോലെ ഈ വീഡിയോ പൂർത്തിയാക്കാൻ ശ്രമിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാർവൽ കോമിക്സിലെ മറ്റ് ക്യാരക്ടേഴ്സിനെ പറ്റി നിങ്ങൾക്കറിയാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ മറക്കാതെ ഒന്ന് കമന്റ് ചെയ്താൽ മതി. എന്തായാലും എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ആ വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. സോ ഗൈസ്, ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.